എന്തുകൊണ്ടാണ് അപസ്മാരം വരുന്നത്? എന്തെല്ലാമാണ് അപസ്മാരത്തിൻ്റെ ലക്ഷണങ്ങൾ? അപസ്മാരമുണ്ടെങ്കിൽ വിവാഹ ജീവിതം സാധ്യമാണോ? പ്രഗ്നൻസി ആകുമ്പോൾ അപസ്മാരമുള്ളവർ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? അലക്സാണ്ടർ ദ ഗ്രേറ്റ്, നെപ്പോളിയൻ ബോണപ്പാർട്ട്, ഐസക് ന്യൂട്ടൺ എന്നിങ്ങനെ ഒരുപാട് പ്രതിഭകൾ അപസ്മാരത്തെ അതിജീവിച്ചവരാണ്. വരൂ നമുക്ക് നോക്കാം. വെൽക്കം ടു സിംപ്ലി ന്യൂറോളജി മെയ്ഡ് സിമ്പിൾ. തലച്ചോറിൻ്റെ ഉള്ളിൽ ന്യൂറോൺസിൻ്റെ ഇലക്ട്രിക് സിഗ്നലിനുണ്ടാകുന്ന വ്യതിയാനം മൂലമാണ് അപസ്മാരം ഉണ്ടാകുന്നത്. ഷോർട്ട് സർക്യൂട്ട് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. എന്താണ് അപസ്മാരവും എപ്പിലെപ്സിയും തമ്മിലുള്ള വ്യത്യാസം? ഒരു പ്രാവശ്യം അപസ്മാരം വന്നു എന്നതുകൊണ്ട് അത് എപ്പിലെപ്സി ആകുന്നില്ല. ഷുഗർ കുറഞ്ഞു പോയാലും കാൽസ്യത്തിൻ്റെ ലെവൽ കുറഞ്ഞു പോയാലും അപസ്മാരം ഉണ്ടാകാം. ഏത് പ്രായത്തിൽ വേണമെങ്കിലും അപസ്മാരം വരാം. പ്രായം ചെന്നവരിലാണെങ്കിൽ പോലും ചിലപ്പോൾ ആദ്യമായി അപസ്മാരം കാണാറുണ്ട്. തുടർച്ചയായി അപസ്മാരം വരുവാനുള്ള തലച്ചോറിൻ്റെ പ്രവണതയാണ് നാം എപ്പിലെപ്സി എന്ന് പറയുന്നത്. എന്തെല്ലാമാണ് അപസ്മാരത്തിൻ്റെ ലക്ഷണങ്ങൾ? സാധാരണ അപസ്മാരം തുടങ്ങുന്നതിന് മുമ്പ് രോഗിക്ക് ഒരു മുന്നറിയിപ്പ് ഉണ്ടാകാം. ഒരു അൺകംഫർട്ടബിൾ സെൻസേഷൻ, വയറ്റിൽ എന്തോ ഇരച്ചു കയറുന്നത് പോലെയോ ചിലതരം അബ്നോർമൽ സ്മെൽസ് ഉണ്ടാകുന്നത് പോലെയോ തോന്നാം. കണ്ണിൻ്റെ മുമ്പിൽ അൺയൂഷ്വലായി ചിലത് കാണുന്നത് പോലെ ഉണ്ടാകാം. ഇതിനെ മെഡിക്കൽ ടേംസിൽ ഓറ എന്ന് പറയും. അടുത്ത സ്റ്റേജിലായി രോഗികൾക്ക് കഴുത്തും കൈകളും കാലുകളും ഒരു ഭാഗത്തേക്ക് തിരിച്ച് ചില ശബ്ദങ്ങൾ ഉണ്ടാക്കിയേക്കാം. ഇതിനെ ടോണിക് സ്റ്റേജ് എന്ന് പറയും. അടുത്തതായി രോഗിക്ക് ഒരു ജേർക്കി മൂവ്മെന്റ്സ് പോലെ ഉണ്ടാകാം. ഇതിനെയാണ് ക്ലോണിക് ഫേസ് എന്ന് പറയുന്നത്. അതിനുശേഷം രോഗി താഴെ വീഴുകയും ഒരു ചെറിയ കോമ സ്റ്റേജിൽ ഉണ്ടാകുകയും ചെയ്യും. രോഗി ഡ്രൗസി ആകുകയും അല്പം കഴിഞ്ഞ് എഴുന്നേൽക്കുകയും ചെയ്യാം. ആ സമയത്ത് രോഗിക്ക് സ്ഥലത്തെക്കുറിച്ചും ആളുകളെക്കുറിച്ചും ഒരു കൺഫ്യൂഷൻ ഉണ്ടാകാം. അപസ്മാരം പലതരത്തിലുണ്ട്. തൊട്ടു മുമ്പ് പറഞ്ഞതാണ് GTCS അഥവാ ജനറലൈസ്ഡ് ടോണിക് ക്ലോണിക് സീഷേഴ്സ്. ഇനി കോംപ്ലക്സ് പാർഷ്യൽ സീഷർ എന്ന ഒരു അപസ്മാരമുണ്ട്. ചില രോഗികൾ പ്രത്യേക ചേഷ്ടകൾ ഉണ്ടാക്കിയേക്കാം. തുറിച്ചുനോട്ടം, ഒരേ കാര്യം യാന്ത്രികമായി ചെയ്തുകൊണ്ടിരിക്കുക. ആ സമയത്ത് രോഗിക്ക് പ്രതികരണം ഉണ്ടാകില്ല. മാത്രമല്ല ഇതിന് രോഗിക്ക് എന്തുണ്ടായതാണെന്ന് ഒരു ഓർമ്മയും ഉണ്ടാകില്ല. ഇത്തരം അപസ്മാരം തലച്ചോറിൻ്റെ ഒരു ഭാഗത്ത് നിന്നാണ് ഉണ്ടാകുന്നത്. ഇതിനെ ടെമ്പോറൽ ലോബ് എപ്പിലെപ്സി അഥവാ കോംപ്ലക്സ് പാർഷ്യൽ സീഷർ എന്ന് പറയും. മയോക്ലോണിക് ജെർക്ക് എന്ന അപസ്മാരം ചിലപ്പോൾ ഒരു ഞെട്ടൽ മാത്രമായി കാണാം. എഴുതുമ്പോൾ പേന കയ്യിൽ നിന്നും തെറിച്ചു പോകുക, ചായ കുടിക്കുന്ന ഗ്ലാസ് കയ്യിൽ നിന്നും വീണു പോകുക എന്നതെല്ലാം കാണാറുണ്ട്. ഇത് ഒരു സെക്കൻഡ് മാത്രമേ നീണ്ടു നിൽക്കാറുള്ളൂ. ഇനി ഒരു തരം അപസ്മാരമാണ് ആബ്സെന്റ് സീഷർ എന്നത്. ക്ലാസ് മുറിയിൽ കുട്ടികൾ സ്വപ്ന ലോകത്തിലാണെന്ന് പറഞ്ഞ് ടീച്ചേഴ്സ് കംപ്ലൈൻറ്റ് ചെയ്യും. ചില സെക്കൻഡുകൾ മാത്രം കുട്ടിക്ക് ആബ്സെന്റ് മൈൻഡഡ് ആയിട്ടിരിക്കും. ഇത് പെട്ടെന്ന് മാറി കുട്ടി നോർമൽ സ്റ്റേജിലേക്ക് എത്തുകയും ചെയ്യും. ടീച്ചർ വിളിക്കുമ്പോൾ കുട്ടി ആ സമയത്ത് റെസ്പോണ്ട് ചെയ്യണമെന്നില്ല. ഇത്തരം ആബ്സെൻസ് ഒരു ദിവസം ഒരു 100 പ്രാവശ്യം വരെ ഉണ്ടാകാം. അതിനാൽ തന്നെ കുട്ടി ശരിക്കും നോട്ട്സ് കംപ്ലീറ്റ് ചെയ്യില്ല, പഠിച്ചതിനനുസരിച്ച് മാർക്ക് കിട്ടൂല്ല. ഇത്തരം അസുഖത്തിനെയാണ് ആബ്സെന്റ് സീഷർ എന്ന് പറയുന്നത്. ഇത് കൺഫേം ചെയ്യാൻ EG അല്ലെങ്കിൽ ഇലക്ട്രോ എൻകെഫലോഗ്രാം എന്നൊരു ടെസ്റ്റ് ചെയ്യണം. അസുഖം ഡയഗ്നോസ് ചെയ്ത് കറക്റ്റായിട്ടുള്ള മരുന്ന് കൊടുത്താൽ ഈ അപസ്മാരം പൂർണ്ണമായി മാറ്റാൻ സാധിക്കും. ചെറിയ കുട്ടികളിൽ കാണുന്ന ഒന്നാണ് ഫെബ്രൈൽ സീഷർ. 6 മാസം മുതൽ 6 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾക്കാണ് സാധാരണ ഇത് കാണാറുള്ളത്. പനിയോടുകൂടെ വരുന്ന ഒരു ചെറിയ വിറയും. ഇത് പനിയോടനുബന്ധിച്ച് മാത്രമേ വരികയുള്ളൂ എന്നുള്ളതാണ് ഇതിൻ്റെ പ്രാധാന്യം. കുട്ടിയുടെ വളർച്ചയ്ക്കോ ബുദ്ധിക്കോ ഒരു തടസ്സവും ഇതുമൂലം ഉണ്ടാകില്ല. അതിനാൽ തന്നെ കണ്ടിന്യൂസ് ആയി അപസ്മാരത്തിൻ്റെ മരുന്ന് കഴിക്കേണ്ട ആവശ്യവും ഇതിനില്ല. ഫെബ്രൈൽ സീഷർ പ്രവണത ഉള്ള കുട്ടികൾക്ക് പനി വരുമ്പോൾ തന്നെ ശരീരം തണുപ്പ് വിട്ട വെള്ളത്തിൽ നനച്ച തുണി കൊണ്ട് തുടച്ചുകൊണ്ടിരിക്കുക. പ്രധാനമായും ബോഡി സർഫസ് ഏരിയ കൂടുതലുള്ള ഭാഗങ്ങളിൽ ആണ് കക്ഷം, നെറ്റിയുടെ ഭാഗം, കഴുത്ത്, ഒടിയുടെ ഭാഗം എന്നിവിടങ്ങളിൽ ടെപ്പിഡ് സ്പോഞ്ചിങ് ചെയ്താൽ പനി കുറയുകയും അപസ്മാരം വരുവാനുള്ള സാഹചര്യം മാറുകയും ചെയ്യും. പനി വരുന്ന സമയത്തിന് ഒരു 3 ദിവസത്തേക്ക് മാത്രം കുട്ടിക്ക് മരുന്ന് കഴിച്ചാൽ മതിയാകും. ചില കുട്ടികൾക്ക് ഫെബ്രൈൽ സീഷർ തന്നെ അല്പം വ്യത്യസ്തമായി വന്നേക്കാം. പനിയില്ലാതെ അപസ്മാരം വരിക, ഒരു ദിവസത്തിൽ തന്നെ 2 തവണയിൽ കൂടുതൽ അപസ്മാരം വരിക, 5 മിനിറ്റിൽ കൂടുതൽ നീണ്ടു നിൽക്കുക എന്നിവ ഇത്തരം അപസ്മാരത്തിൻ്റെ ലക്ഷണങ്ങളായേക്കാം. ഇതിനെ എട്ടിപ്പിക്കൽ ഫെബ്രൈൽ സീഷർ എന്ന് പറയും. എട്ടിപ്പിക്കൽ ഫെബ്രൈൽ സീഷർ ആണെങ്കിൽ അതിന് അപസ്മാരത്തിൻ്റെ മരുന്ന് കഴിക്കേണ്ടി വന്നേക്കാം. ജനിക്കുമ്പോൾ വൈകല്യങ്ങളുള്ള കുട്ടികൾ, ജനന സമയത്ത് ഓക്സിജൻ്റെ അളവ് കുറയുന്നത് മൂലം വൈകല്യങ്ങൾ ഉണ്ടാകുന്നവർ എന്നിവർക്ക് പനിയോടുകൂടിയുള്ള അപസ്മാരം ഉണ്ടാകുമ്പോൾ മരുന്ന് കഴിക്കേണ്ട ആവശ്യം ഉണ്ടായേക്കാം. എന്താണ് അപസ്മാരത്തിന് ചെയ്തു നോക്കേണ്ട ടെസ്റ്റുകൾ? ടിപ്പിക്കൽ ഫെബ്രൈൽ സീഷർ ആണെങ്കിൽ സാധാരണ ഒരു ടെസ്റ്റും ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല. എന്നാൽ എട്ടിപ്പിക്കൽ ഫെബ്രൈൽ സീഷർ ആണെങ്കിലോ വേറെ തരം അപസ്മാരം ആണെങ്കിലോ
ഡോക്ടർ EEG, MRI സ്കാൻ എന്നിവ ചെയ്തു നോക്കാറുണ്ട്. വേറെ ഏതെങ്കിലും അസുഖത്തിൻ്റെ ഭാഗമായിട്ടാണ് അപസ്മാരം ഉണ്ടാകുന്നത് എന്നറിയാൻ വേണ്ടിയാണ് സാധാരണ ഇത്തരത്തിലുള്ള ടെസ്റ്റുകൾ ഡോക്ടർ ചെയ്യിപ്പിക്കാറുള്ളത്. തലച്ചോറിൻ്റെ ഏത് ഭാഗത്ത് നിന്നാണ് അപസ്മാരം വരുന്നത് എന്നറിയാനും ഏത് തരം അപസ്മാരമാണ് രോഗിക്ക് വരുന്നത് എന്നും അറിയാനാണ് EEG അഥവാ ഇലക്ട്രോ എൻകെഫലോഗ്രാം എന്ന ടെസ്റ്റ് ചെയ്യിപ്പിച്ച് നോക്കാറുള്ളത്. ഹാർട്ടിൻ്റെ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി പരിശോധിക്കാൻ വേണ്ടി നമ്മൾ ECG എടുക്കാറുണ്ട്. അതുപോലെ തന്നെ ബ്രെയിനിൻ്റെ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി പരിശോധിക്കാനാണ് EEG അഥവാ ഇലക്ട്രോ എൻകെഫലോഗ്രാം എടുക്കുന്നത്. തലയോട്ടിയിൽ ചില ഇലക്ട്രോഡുകൾ ഒട്ടിച്ചു വെച്ച് ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി റെക്കോർഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിനാൽ തന്നെ വേദനയൊന്നും ഉണ്ടാവില്ല. അരമണിക്കൂറോ 1 മണിക്കൂറോ ആണ് സാധാരണ EEG എടുക്കാറുള്ളത്. എന്നാൽ 24 മണിക്കൂറും ഒരാഴ്ച വരെ നീണ്ടു നിൽക്കുന്ന EEG ടെസ്റ്റ് എടുക്കാനുള്ള സൗകര്യങ്ങളും ഇപ്പോൾ ലഭ്യമാണ്. ഷുഗർ, കാൽസ്യം, സോഡിയം എന്നിവ കുറഞ്ഞു പോയാലും അപസ്മാരം ഉണ്ടാകാം. അതുകൊണ്ട് ഇവയും ടെസ്റ്റ് ചെയ്ത് നോക്കേണ്ടത് ആവശ്യമാണ്. എന്താണ് അപസ്മാരത്തിൻ്റെ ഫസ്റ്റ് എയ്ഡ്? ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് പാനിക് ആകാതിരിക്കുക. രോഗിയെ സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് കിടത്തുക. ഷാർപ്പായിട്ടുള്ള എന്തെങ്കിലും ഒബ്ജക്ട്സ് അടുത്ത് ഇല്ല എന്നുള്ളത് ഉറപ്പുവരുത്തുക. ടൈറ്റ് ആയിട്ടുള്ള ഡ്രസ്സ്, ഷർട്ട്, കോളറ്, ബെൽറ്റ് എന്നിവയെല്ലാം ലൂസാക്കി ഇടുക. രോഗിയെ സൈഡ് തിരിച്ച് കിടത്തുക. വായിൽ നിന്നും ഒലിച്ചു വരുന്ന സെക്രീഷൻസ് ശ്വാസനാളത്തിലേക്ക് പോയി ശ്വാസനാളം അടഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. രോഗിയുടെ വായിലേക്ക് വിരലിട്ട് പല്ല് കടിക്കുന്നത് നിർത്താൻ ശ്രമിക്കരുത്. വിരൽ മുറിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. രോഗിയുടെ കയ്യിൽ താക്കോൽ കൊടുത്താൽ അപസ്മാരം നിൽക്കുമെന്നുള്ളത് തെറ്റായ ഒരു ധാരണയാണ്. താക്കോൽ തിരഞ്ഞു പോകുന്നതിനേക്കാൾ രോഗിയെ സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് വെക്കാൻ ശ്രമിക്കുക. രോഗിയുടെ അപസ്മാരം ബലമായി നിർത്താൻ ശ്രമിക്കരുത്. സാധാരണ എല്ലാ തരം അപസ്മാരങ്ങളും ഒരു 1-2 മിനിറ്റിനുള്ളിൽ മാറും. ഇനി 1-2 മിനിറ്റിനുള്ളിൽ അപസ്മാരം നിന്നില്ലെങ്കിൽ രോഗിയെ അടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം. നീണ്ടു നിൽക്കുന്ന അപസ്മാരം ആണെങ്കിൽ ബ്രെയിനിന് ഡാമേജ് വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അപസ്മാരം നിൽക്കാനുള്ള ഇഞ്ചക്ഷൻ നൽകേണ്ടത് ആവശ്യമാണ്. എന്താണ് അപസ്മാരത്തിൻ്റെ ചികിത്സ? അപസ്മാരത്തിന് മരുന്നുകൾ പലതരത്തിലുണ്ട്. ഓരോ തരം അപസ്മാരത്തിനും ഓരോ തരം മരുന്നുകളാണ് ഉത്തമം. രോഗിയുടെ പ്രായത്തിനനുസരിച്ചും മരുന്നിന് മാറ്റം ഉണ്ടാകാം. പഠിക്കുന്ന കുട്ടികളിൽ ഉറക്കം വരുന്ന മരുന്നുകൾ കൊടുക്കാൻ പാടില്ല. ഇനി പ്രഗ്നന്റ് ആയ സ്ത്രീകളിൽ ഗർഭാശയത്തിലുള്ള കുട്ടിക്ക് പ്രശ്നം ഉണ്ടാകാത്ത മരുന്നുകൾ വേണം കൊടുക്കാൻ. അപസ്മാരത്തിന്റെ മരുന്നുകൾ പ്രിവെന്റീവ് മെഡിസിൻസ് ആണ്. കുറച്ച് ദിവസങ്ങൾ മരുന്ന് കഴിച്ച് നിർത്താൻ പാടില്ല. 2-3 വർഷം ഗുളിക കഴിക്കേണ്ട ആവശ്യം ഉണ്ടായേക്കാം. അപസ്മാരം ഉണ്ടാകുന്ന രോഗികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാം? ഉറക്കം മുടങ്ങാൻ പാടില്ല. മിനിമം 8 hours ഉറങ്ങേണ്ടത് ആവശ്യമാണ്. സ്വിമ്മിങ് ചെയ്യാൻ പാടില്ല. പൂളിൽ വെച്ച് അപസ്മാരം വരികയാണെങ്കിൽ രോഗിക്ക് അപകടം സംഭവിച്ചേക്കാം എന്നൊരു പോസിബിലിറ്റി വെച്ചിട്ടാണ് ഇത് ഒഴിവാക്കാൻ പറയുന്നത്. മദ്യപാനം പാടില്ല. ഡെയിലി മദ്യപിക്കുന്നവർക്ക് പെട്ടെന്ന് മദ്യം നിർത്തുമ്പോഴും അപസ്മാരം വരാനുള്ള സാധ്യതയുണ്ട്. മരുന്ന് ഒരിക്കലും മുടങ്ങാൻ പാടില്ല. അപസ്മാരമായി ഹോസ്പിറ്റലിൽ വരുന്ന പകുതിയിലധികം രോഗികൾ മരുന്ന് കറക്റ്റായിട്ട് കഴിക്കാത്തത് മൂലം ഉണ്ടാകുന്ന അപസ്മാരം കൊണ്ടാണ് വരണത്. 1999 ഇന്ത്യൻ ലോ പ്രകാരം അപസ്മാരം എന്നത് ഡിവോഴ്സ് ചെയ്യാനുള്ള ഒരു കാരണമായി എടുക്കാൻ പറ്റില്ല. കാരണം അപസ്മാരം ഒരു മാറാരോഗമല്ല, ഒരു മാനസിക രോഗവുമല്ല. എന്നാൽ അപസ്മാരമുള്ള ഒരു രോഗി വിവാഹത്തിന് മുമ്പ് അസുഖത്തെക്കുറിച്ച് കഴിക്കുന്ന മരുന്നിനെക്കുറിച്ചും പങ്കാളിയോട് പറയേണ്ടത് വളരെ ആവശ്യമാണ്. ഇത് ഒരിക്കലും ഒളിപ്പിച്ച് വെച്ച് കല്യാണം കഴിക്കരുത്. കാരണം ഇത് ഒളിപ്പിച്ച് വെച്ച് കല്യാണം കഴിച്ചു കഴിഞ്ഞ് പിന്നെ ബുദ്ധിമുട്ടേണ്ടി വരുന്ന പലരെയും കണ്ടിട്ടുണ്ട്. ചികിത്സിക്കുന്ന ഡോക്ടറെ കണ്ട് ഉപദേശം തേടേണ്ടതും വളരെ ആവശ്യമാണ്. സ്ത്രീകൾ പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്നതിന് മുമ്പ് ഡോക്ടറോട് പറയണം. കാരണം ചില മരുന്നുകൾ ഗർഭാശയത്തിലുള്ള കുട്ടിക്ക് വളർച്ച കുറവോ ജനിതകമായ വൈകല്യങ്ങളോ ഉണ്ടാക്കിയേക്കാം. അതിനാൽ തന്നെ പ്രഗ്നൻസി സേഫ് ആയിട്ടുള്ള മരുന്നിലേക്ക് മാറ്റേണ്ടത് ആവശ്യമാണ്. മാത്രമല്ല ഇവർ ആദ്യം തന്നെ ഫോളിക് ആസിഡ് അടങ്ങിയ മരുന്നുകളും കഴിച്ചു തുടങ്ങണം. ഇന്ത്യയിൽ 2 കോടിയിലധികം ആളുകളിൽ എപ്പിലെപ്സി ഉണ്ട്. പരിശ്രമിച്ചാൽ ഇവർക്കും ജീവിതത്തിന്റെ മുഖ്യധാരയിലേക്ക് വരുവാൻ സാധിക്കും. ഇന്റർനാഷണൽ ലീഗ് എഗെയിൻസ്റ്റ് എപ്പിലെപ്സി ഇതിന് സഹായിക്കുന്ന ഒരു സംഘടനയാണ്. സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ദ ചാനൽ. നമുക്ക് തുടർന്നും കാണാം.